പാറക്കല്ല് പോലെ ഉണ്ട്. ഹലോ മെനിഞ്ഞാന്ന് പെയ്ത മഞ്ഞിൻ്റെ ബാക്കിയാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ പാറക്കല്ല് പോലെ ഉണ്ട്. ചവിട്ടുന്നിടത്തൊക്കെ തെന്നി പോകുന്നുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഉണ്ടല്ലേ, ഇന്നലെ ഒന്നും സ്നോഫോൾ ഇല്ലായിരുന്നു, പക്ഷെ ഇത് മെനിഞ്ഞാന്നത്തെ ഇതുവരെ പോയിട്ടില്ല. ഹലോ, ഈ മഞ്ഞൊക്കെ കണ്ടിട്ട് നോട്ടിങ്ങമ്മിൽ വീണ്ടും മഞ്ഞ് വീണമെന്ന് ആരും ഡൗട്ട് അടിക്കണ്ട. ഇത് ഓൾമോസ്റ്റ് ഒരു 2 മാസം മുൻപ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അതിടാൻ ഇപ്പോഴാണ് സമയമായത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് ഒരു ചെറിയ വളകാപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ വളകാപ്പ് ഫംഗ്ഷൻ വന്ദനയുടേതാണ്. അപ്പോൾ ഈ ഡെക്കറേഷനൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. ഇന്നലെ നൈറ്റ് ഞാനും ശ്രീയും വന്ദനയും വരുണും പിന്നെ അഖിലും കൂടെയൊക്കെ ചേർന്നാണ് ഈ പൂക്കളൊക്കെ ഉണ്ടാക്കിയത്. പൂവാണെന്നൊക്കെ കണ്ടാൽ തോന്നും അല്ലേ, ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് തട്ടിക്കൂട്ടി പറ്റത്തുള്ളൂ. പിന്നെ ഇനി ബാക്കി ഡെക്കറേഷൻസ് ഞാനും എബിലയും കൂടെ കംപ്ലീറ്റ് ആക്കുകയാണ്. ഇതൊരു കുഞ്ഞു ഫംഗ്ഷനാണ്. ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുട്ടി ഡെക്കറേഷനാണ്. അപ്പം റാണി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചി എല്ലാവരും വരുന്നവരെല്ലാം തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി ഡെക്കറേഷൻ പരിപാടികളിലേക്ക് ജോയിൻ ആവുകയാണ്. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ അടിപൊളി. ശ്രീ ഇവിടെ മേക്കപ്പ് എല്ലാം സെറ്റ് ആക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. വന്ദനയെ സുന്ദരിയാക്കാൻ വേണ്ടി ശ്രീജിത്തൻ സുനിൽ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഇതുവരെ നമുക്ക് പരിചയമില്ലാത്ത മേഖലയുണ്ട്. ലൂക്ക ഇവിടെ ശ്രദ്ധിച്ചു നോക്കും. അതാന്ന് എനിക്ക് മനസ്സിലായില്ലേ എന്ന്. അഞ്ജുവിനെ നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ ഗൈസ്. ഇതിപ്പോ ആരുടെ വളകാപ്പാണെന്ന് ഡൗട്ട് എന്ന രീതിയിൽ അഞ്ചു ഒരുങ്ങി വന്നിട്ട് വന്ദന റെഡി ആയിട്ടില്ല. അങ്ങനെ എല്ലാവരും 1 by 1 ആയിട്ട് എത്തി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹേമന്ത് ആണ് നമ്മുടെ മെയിൻ ക്യാമറാമാൻ. എങ്കിലും ഹേമന്തിന് ഇന്ന് ഫുള്ള് പരിപാടിക്ക് നിൽക്കാൻ പറ്റില്ല. ഹേമന്തിന് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുള്ള ദിവസമാണ്. അപ്പം ഉള്ള സമയം വളരെ അങ്ങോട്ട് വെടുപ്പായിട്ട് ചെയ്യാം. പിന്നെ ശ്രീ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ മേക്കപ്പും കാര്യങ്ങളും ഓർണമെൻറ്റ്സ് ഒക്കെ ആയിട്ട് സെറ്റാണ്. ഇത് ഞാനാണ് എഴുതിയത്. എങ്ങനെയുണ്ട്, കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. സ്വയം പൊക്കെ ആർക്കും പറ്റില്ലല്ലേ. അപ്പോൾ ഞാനും എബിലെ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി ഇതിൻ്റെ അവസാന ഘട്ട ഡെക്കറേഷനിലോട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താവുമോ എന്തോ, കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഇതൊക്കെയല്ലേ പറ്റുള്ളൂ അല്ലേ. പിന്നെ അപ്പോൾ വന്ദനയുടെ മേക്കപ്പിന് മുൻപ് വരുണിനെയും കൂടെ ശ്രീ മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ടൈം കൊണ്ട് വന്ദനയെ സാരിയെ കുടിപ്പിച്ച് 5 സുന്ദരിയാക്കിയിട്ടുണ്ട്. അപ്പം എപ്പോഴും പറയുന്നത് ശ്രീയാണ് നമ്മുടെ എല്ലാ ഓൾ ഇൻ ഓൾ മേക്കപ്പ് കാര്യങ്ങളെല്ലാം. പിന്നെ അഞ്ചു ഇപ്പം അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഡെക്കറേഷനും ഫോട്ടോഗ്രാഫിയും മേക്കപ്പും അങ്ങനെ എല്ലാ കാര്യങ്ങളോട് ചെന്നൊരു കുഞ്ഞ് ഇവൻ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയേണ്ടി വരും. അങ്ങനെ ശ്രീ വളരെ ഭംഗിയായിട്ട് വന്ദനയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പം നമ്മുടെ ചിയർ ലീഡേഴ്സ് എന്ന് പറയാൻ ശരിക്കും അർത്തനയും പിന്നെ ലൂക്കയും ആണെന്ന് പറയേണ്ടി വരും. ഇവർ രണ്ടുമാണ് നമ്മുടെ ടീമിൻ്റെ ചിയർ ലീഡേഴ്സ്. ലൂക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസും പാട്ടൊക്കെ. അങ്ങനെ ഹേമന്തിന് നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് ഹേമന്ത് നേരത്തെ തന്നെ സാപ്പാടൊക്കെ തട്ടുകയാണ്. അപ്പോൾ അഖിലാണ് ഇപ്പോൾ ഇന്നത്തെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. പിന്നെ ഇവിടെ നമ്മുടെ പരിപാടിക്ക് പഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് 2 പേരും ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ തകർത്ത് ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു.
പരിപാടിയൊക്കെ കളറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്ക നമ്മുടെ സെറ്റ് വൈബാണ്. അങ്ങനെ നമ്മൾ മെയിൻ പരിപാടികളിലേക്ക് ഇനി കടക്കുകയാണ്. അപ്പം ഇതിൻ്റെ ശരിയായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും എനിക്കറിയില്ല, ഇതാകെ അറിയാവുന്ന അഞ്ജുവിനാണ്. അപ്പോൾ അവൾ പറയുന്നതനുസരിച്ച് എന്താ പറയുന്നത്, നമ്മൾ ഈ പുരോഹിതൻ എന്ന് പറയുന്നൊരു സ്ഥാനമൊക്കെ ഇവിടെ അഞ്ജുവിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ ഈ സീമന്ത വളകാപ്പാണ് വന്ദനയുടേത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കാണാൻ ആകെ മൊത്തം ടോട്ടൽ ഒരു ആനച്ചന്തം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് സ്വയം അങ്ങ് ഇഷ്ടമായി എല്ലാം. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ഡെക്കറേറ്റ് ചെയ്തല്ലേ, ഇനിയിപ്പോൾ ഒബ്വിയസ്ലി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു നാട്ടു നടപ്പല്ലേ. ഇനി നമുക്ക് ഔദ്യോഗികപരമായ ചടങ്ങുകളിലേക്ക് കിടക്കാം. ഇനി വരുൺ വന്ദനയ്ക്ക് കളഭം ചാർത്തുക, വളയിടിക്കുക, മധുരം കൊടുക്കുക, അങ്ങനത്തെ കുറേ ചടങ്ങുകളാണ്. ഇതിനെപ്പറ്റിയൊന്നും യാതൊരു അറിവും ഞങ്ങൾക്കില്ല. പിന്നെ വരുണിൻ്റെയും വന്ദനയുടെയും റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വീഡിയോ കോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരിവിടെ അടുത്തില്ലെങ്കിലും അവർക്കും ജോയിൻ ചെയ്യാമല്ലോ. ഇനിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളഭം ചാർത്തുന്ന ചടങ്ങാണ്. ഇതൊക്കെ അഞ്ജുവാണ് പറഞ്ഞു തരുന്നത്. അപ്പം അവൾക്കെന്തോ ഒരുപാട് ഇതിനൊക്കെ കൂടിയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അതാണ് കാര്യം. അങ്ങനെ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ഈ വളയൊക്കെ ഇടുമ്പോഴത്തേക്കും ഓരോ വളയ്ക്കും, അതായത് ഞാൻ വിചാരിച്ച് നമുക്ക് ഇഷ്ടമുള്ളൊരു വള ആദ്യം ഇടാമെന്നാണ്. അങ്ങനെയില്ല, ആദ്യം പച്ച വള ഇടണം, പിന്നെ ചുമന്ന വള ഇടണം, അതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ടായിരുന്നു. എനിവേ അതൊക്കെ ഭയങ്കര കൗതുകമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെയാണ്. എനിവേ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ലൈഫ് കളർഫുൾ ആവത്തുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നടത്തുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രത്യേക രസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇങ്ങനെ ഒത്ത് കിട്ടുന്ന അവസരങ്ങൾ മാത്രമാണല്ലോ നമുക്ക് എല്ലാവർക്കും കുറച്ചധികം നേരം ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും സന്തോഷത്തോടു കൂടി കുറച്ച് നേരമൊക്കെ ഇരിക്കാനൊക്കെ കിട്ടുന്ന അവസരങ്ങൾ. അതൊന്നും നമ്മൾ എന്തായാലും പാഴാക്കാൻ പാടില്ല. അതിന് ഞാനും എൻ്റെ ഊഴമാണ് എത്തിയിരിക്കുന്നത്. ഞാനും വളയിട്ട് കൊടുത്തു. എനിക്ക് വളയിട്ടൊന്നും യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുപോലെയാണ് ഞാൻ വന്ദനയുടെ കയ്യിൽ അടിച്ച് കയറ്റുകയാണ് വളയൊക്കെ. പിന്നെ എല്ലാം പഠിക്കുന്നത് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ കാര്യവും സെറ്റാക്കി. ഇന്ന് പിന്നെ അലക്സേട്ടന് വരാൻ പറ്റിയില്ല. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഹേമന്തിന് നേരത്തെ പോകേണ്ടി വന്നു. പിന്നെ ജെറിക്കും ജോയിൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഈ വീഡിയോ കണ്ടും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്ക് ഏകദേശം എന്താണ് ഇവിടെ നടന്നതെന്നുള്ളൊരു ബോധം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഭാവിയിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ അഖിൽ വളയിടുവാണ്. അഖിലിന് ഇതൊക്കെ അറിയാമോ എന്നൊരു ഡൗട്ടായിരുന്നു എനിക്ക്. പക്ഷേ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാട്ടിയും വൃത്തിയായിട്ട് അഖിൽ വളരെ സ്മൂത്തായിട്ട് അത് ചെയ്തു. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതായിരുന്നു ജോലി എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. അതുപോലെ ആയിരുന്നു വളരെ സ്മൂത്തായിട്ട് വളയൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ ശ്രീയും എല്ലാവരും മധുരമൊക്കെ കൊടുത്തു. നമ്മൾ വളരെ ഹാപ്പിയായി. പിന്നെ ഫുഡൊക്കെ കഴിക്കുന്ന ചടങ്ങായിരുന്നു. ഫുഡ് കഴിച്ചു. പിന്നെ ഇത്രയും പറഞ്ഞ പോലെ നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങളൊരു ഹാർട്ട് ഷേപ്പാണ് ശ്രമിക്കുന്നത്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും ഈ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ കുറച്ചധികം ഫോട്ടോസ് ആവാം. അപ്പോഴേക്കും നമ്മുടെ ഹേമന്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഹേമന്ത് അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കുകയാണ്. അപ്പോൾ ഹേമന്തിനൊരു കൺഗ്രാജുലേഷൻസ്. കൂട്ടത്തിൽ ഇനി ട്രിപ്പിന് പോകുമ്പോഴത്തേക്ക് വണ്ടി ഓടിക്കാൻ ഒരു ഡ്രൈവറും കൂടെ ആയതിൻ്റെ സന്തോഷത്തിലാണെന്ന് തോന്നുമെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.